വോട്ടുപാതയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തത്സമയം ചേരുന്നു. അപ്പോൾ വോട്ടുപാത തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനൊന്ന് കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമായിരുന്നു. നിർബന്ധ വിദ്യാലയ ഓട്ടത്തിനിടെ പിടിച്ചു നിർത്തിയതാണ്. വലിയ തിരക്കിലാണ്. സ്വാഗതം ശ്രീ വി.ഡി. സതീശൻ. വലിയ ഓട്ടത്തിലാണ്. ക്ഷീണം മുഖത്ത് കാണാം. ഈ ക്ഷീണത്തിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവും. ഉജ്ജ്വലമായ വിജയം UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കാരണം രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം. ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, ഫസ്റ്റ് റൗണ്ട് വീടുകൾ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അതാണ്. ഭയങ്കര എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന നിഷ്പക്ഷരായ ആളുകൾ പോലും ആവശ്യപ്പെടുക. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ മുന്നൊരുക്കം തുടങ്ങി. സാധാരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പോലെ അല്ല ഞങ്ങൾ നേരിടുന്നത്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു കൊല്ലം മുമ്പ് തന്നെ വാർഡ് ഡിവിഷൻ കമ്മിറ്റികളുണ്ടാക്കി, വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തു, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഒരു പ്രാവശ്യം റൗണ്ട് നടത്തി. അങ്ങനെ നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്ന റിബൽ സെൽ ഇതിൻ്റെ ഒരു 10-1 പോലും ഇപ്രാവശ്യമില്ല. ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഏറ്റവും നല്ല അത്ഭുതം, പണ്ട് കോൺഗ്രസിൽ മാത്രമേ ഇതൊക്കെയുള്ളൂ, ഇപ്പോൾ CPM-ലും ആയി. ഓരോ ടൂർണമെന്റിനും 2 സെമി ഫൈനൽ ഉണ്ടാകാറുണ്ട്. അപ്പം ആദ്യത്തെ സെമി ഫൈനൽ എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച നിലമ്പൂരിൽ നിങ്ങൾ ചെറിയ എഡ്ജോട് കൂടി ജയിച്ചു, ശരിയാണ്. രണ്ടാമത്തെ സെമി ഫൈനൽ പക്ഷേ കുറച്ചുകൂടെ ടൈറ്റാണ്. അടിത്തട്ടിൽ പാർട്ടി വേണം. അടിത്തട്ടിൽ പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണയൊക്കെ വലിയ ക്ഷീണം നേരിട്ടത്. ഇപ്പോൾ അടിത്തട്ടിൽ പാർട്ടി ഉണ്ടോ? ആ അടിത്തട്ടിൽ പാർട്ടി ഉണ്ടെന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണോ ഈ പ്രതീക്ഷ വെക്കുന്നത്? തീർച്ചയായിട്ടും പാർട്ടിയൊക്കെ അടിത്തട്ടിലൊക്കെ വളരെ ശക്തമാണ്. പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദീഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിലമ്പൂരിൽ ചെറിയ എഡ്ജല്ല ഞങ്ങൾക്ക് കിട്ടിയത്. LDF ജയിച്ച സീറ്റിൽ ഞങ്ങൾ 11,000 വോട്ടാണ് ഞങ്ങൾ ജയിച്ചത്. കേരളത്തിൽ 10,000 വോട്ടിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് വലിയ മാർജിനാണ്. കേരളത്തിൽ വളരെ ചെറിയ മാർജിനാണ് എല്ലാവരും ജയിക്കാനുള്ളത്. പക്ഷെ കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന വിജയത്തിൻ്റെ ഒരു പര്യവസാനം. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം തോക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഞങ്ങൾ ജയിച്ച ഇരട്ടി വോട്ടിനാണ് ഞങ്ങൾ തൃക്കാക്കര ജയിച്ചത്. 25,000 വോട്ടിനാണ് ജയിച്ചത് ഒരു അസംബ്ലി ഇലക്ഷൻ. ഉമ്മൻചാണ്ടി ജയിച്ച വോട്ടിൻ്റെ 4 ഇരട്ടി വോട്ടിനാണ് നമ്മൾ പുതുപ്പള്ളി ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. ചേലക്കരയിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 12,000 വോട്ട് LDF-നെ കുറഞ്ഞത്. ഇവിടെ LDF ജയിച്ച സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു 11,000 വോട്ടിന്. എല്ലാ ലോക്കൽ ബോഡിയിലേക്കും നടന്ന ഇലക്ഷനിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടായി. എല്ലായിടത്തും UDF-ന് എഡ്ജുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നത്. ടീം UDF എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയും. 2019 ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ലീഗാണ് കോൺഗ്രസ് UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി. ഞങ്ങൾ അവിടെയാണ് 30-35 പഞ്ചായത്തിൽ തർക്കമായിരുന്നു. സാമ്പാർ മുന്നണി എന്തെങ്കിലും. അപ്പോൾ അവിടെയൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കൊണ്ടോട്ടി 20 വർഷമായിട്ട് കോൺഗ്രസ് ലീഗ് നമ്മൾ തർക്കം ഉണ്ടായിരുന്നു. ഏക പഞ്ചായത്താണ് അത്. ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. ഒറ്റ കൊണ്ടോട്ടിയിലേക്ക് 20 വർഷത്തായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും തീർന്നു. കഴിഞ്ഞ പ്രാവശ്യം 30-35 സ്ഥലത്താണ്. ഞാൻ ഇല്ല എന്നല്ല ഞാൻ പറയും, പക്ഷേ വളരെ റെയറാണ്. ടീം UDF ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കോൺഗ്രസിൻ്റെ അകത്തും എല്ലാ ലീഡേഴ്സും ഒരുമിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്ന് KPC പ്രസിഡന്റും രമേശ് ചെന്നിത്തല ഞങ്ങളെല്ലാം ഇരുന്നേ ഉള്ളൂ. പല റൗണ്ടായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ നേതൃത്വം പരസ്പരം ആലോചിച്ച് എല്ലാ ദിവസവും പരസ്പരം ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് എല്ലാവരും ഓരോ ഏരിയ ഡിവൈഡ് ചെയ്താണ്. ഇതിപ്പോൾ K. മുരളീധരൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നേരത്തെ ചാർജ് എടുത്ത്, ഞാൻ കൊച്ചിയിൽ നോക്കി, രമേശ് ചെന്നിത്തല കൊച്ചിയിൽ അങ്ങ് നോക്കി. പക്ഷേ അതിനകത്ത് അവിടെ വിമതശല്യവും നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വ പ്രശ്നങ്ങളും കൂടെ ആയിട്ട് കുറച്ചൊരു തലവേദന വന്നു. ഇല്ല, അത് കോർപ്പറേഷനിലല്ല. അല്ല, കഴിഞ്ഞ തവണ നമുക്ക് ഒറ്റ കോർപ്പറേഷനേ ഉള്ളൂ, 3 ജില്ലാ പഞ്ചായത്തേ ഉള്ളൂ. ആ എണ്ണത്തിൽ എത്ര വർധനം? ആ ഫിഗർ ഒന്ന് പറയുമോ പ്രതിപക്ഷ നേതാവ്? 4 എണ്ണം ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ ശരിയല്ലല്ലോ. 2 സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് വരും. അത് ജയത്തിലേക്ക് വേണേൽ പോവാം. ജില്ലാ പഞ്ചായത്തോ? ജില്ലാ പഞ്ചായത്ത് 8-9 എണ്ണം. ഏതാണെന്ന് ചോദിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ വളരെ കുറവുണ്ടായിരുന്നു. പ്രാവശ്യം 8-9. ഒറ്റ കാര്യം കൂടി, മുന്നണിയിൽ അറിയിക്കാതെ PMC ഒളിച്ചു കടത്തി എന്നുള്ള ആരോപണം നിങ്ങൾക്കുണ്ട്. ലേബർ കൂടെ അങ്ങനെ ഒളിച്ചു കടത്തി എന്നാണ് പറയുന്നത്. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതൊക്കെ നേരെ പോയി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു, അമിത്ഷായെ കാണുന്നു, ഉടനെ PMC ഒപ്പിട്ട് കൊടുക്കുന്നു. ഇവിടെ ക്യാബിനറ്റ് മാറ്റിവെച്ചിരുന്ന വിഷയമാണ്. പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയില്ല, സെക്രട്ടേറിയറ്റിൽ ചർച്ചയില്ല, ഘടകകക്ഷികളായിട്ട് ചർച്ചയില്ല. മന്ത്രിസഭയിൽ വന്നപ്പോൾ CPI എതിർത്തു. അപ്പോൾ മിണ്ടായിരിക്കുക, ഒപ്പിട്ടിട്ട് വന്നിട്ടിരിക്കുക. ഒപ്പിട്ട കാര്യം പോലും പറഞ്ഞില്ല മന്ത്രിസഭയിൽ. അപ്പോൾ അത്ര പേടിയാണ് BJP.
ഇതേ കാര്യത്തിൽ 2022 പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാ ട്രേഡ് യൂണിയനായിട്ട് ചർച്ച ചെയ്യും, എല്ലാം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 2021 ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ ആളുകളെ കബളിപ്പിക്കുന്നത്. BJP വിധേയമായി ഭരിക്കുകയാണ്. BJP പേടിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ പേടിയാണ്, പേടിച്ച് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, ഭയന്ന് ഭരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രശ്നവും അദ്ദേഹം പ്രതിഫലിക്കും ഉറപ്പായിട്ട്. അതൊക്കെ ആളുകൾക്ക് അറിയാലോ. അല്ല, തീർച്ചയായിട്ടും ഓരോ കാലത്തെ ഓരോ പ്രധാനപ്പെട്ട ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ അത് വിഷയമാവും. കാരണം ജനങ്ങളെ, ഭക്തരെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. ഒരു ഗവൺമെൻറ് അവർ നിയോഗിച്ച ആളുകൾ അയ്യപ്പൻ്റെ സ്വർണം കവരുകയും അത് വിൽപ്പന നടത്തുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തു. പരിപാവനവും പവിത്രവുമായ ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാമെങ്കിൽ ഇവർ ഈ ഖജനാവിൽ നിന്ന് എന്തുമാത്രം കൊള്ളയടിച്ചു കാണും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ പറയുന്നു BJPയും CPM ഡീലാണെന്ന്. ആ ഡീലിനെ അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ, പൊളിക്കാൻ എന്ത് മരുന്നാണ് കയ്യിലുള്ളത്? അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊരു സെക്യുലർ മരുന്നാണല്ലേ പറയുന്നത്. ഞങ്ങൾ കാർക്കശ്യം നിറഞ്ഞ സെക്യുലർ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് കേരളത്തിലെ മതേതര കേരളം അതിനെ അംഗീകരിക്കും. അത് പൊസിഷനിങ് ആണ്, നിലപാടാണ്, മാറ്റമില്ല. ആരുമായിട്ടും ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ആര് പ്രചരിപ്പിച്ചാലും ന്യൂനപക്ഷ വർഗീയത ആര് പ്രചരിപ്പിച്ചാലും അതിനെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന് കേരളത്തിലുള്ളൂ, അത് UDF ആണ്, കോൺഗ്രസ് ആണ്, ശക്തമായി. അതൊരു സെക്യുലർ പൊസിഷനിങ് ആണ്, അതിന് വെള്ളം ചേർക്കില്ല. അതിനേക്കാൾ വലിയ മരുന്ന് കേരളത്തിന് വേറെ വേണ്ട. താങ്ക് യു സതീഷ്. നല്ല തിരക്കിലാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്, എങ്കിലും ഒരു അല്പസമയം പിടിച്ചു നിർത്തും. ശരി.